കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട പ്രകാശവിസ്മയം എന്തെന്ന സംശയത്തിലാണ് ജനങ്ങൾ. തലസ്ഥാനത്തെ കിഴക്കൻ ചക്രവാളത്തിൽ ആകാശവിസ്മയം തീർത്തത് ഹീറ്റ് ലൈറ്റനിംഗ് പ്രതിഭാസമെന്ന് വിശദീകരിക്കുകയാണ് വാനനിരീക്ഷക കേന്ദ്രം ഡയറക്ടറായ ഡോക്ടർ ആർ ജയകൃഷ്ണൻ. കിഴക്കൻ ചക്രവാളത്തിൽ വർണ്ണ വെളിച്ചം വിതറി അർദ്ധരാത്രി വരെ നീണ്ട ആകാശവിസ്മയം. രാത്രി 8 മണിയോടെ ആകാശത്ത് പ്രകാശവിസ്മയം കണ്ട ജനങ്ങൾക്ക് കൗതുകം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ ആകാശ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ശബ്ദമില്ലാത്ത എന്നാൽ ആകാശത്തു കണ്ട വെടിക്കെട്ടിനു സമാനമായ ദൃശ്യവിസ്മയം ഹീറ്റ് ലൈറ്റനിംഗ് എന്ന പ്രതിഭാസമായിരുന്നുവെന്ന് വിശദീകരിക്കുകയാണ് തിരുവനന്തപുരത്തെ വാനനിരീക്ഷണ കേന്ദ്രം ഡയറക്ടറും കേരള സർവകലാശാലയിലെ ഫിസിക്സ് വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ ആർ ജയകൃഷ്ണൻ. സാധാരണ കാണുന്ന മിന്നൽ തന്നെയാണ്. ഇതിനകത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ മിന്നലുകൾക്ക് നമ്മൾ സയൻറ്റിഫിക്കലി ഹീറ്റ് ലൈറ്റനിങ് എന്നാണ് വിളിക്കുന്നത്. താപത്തിന് വ്യത്യാസം വരുന്നതനുസരിച്ച് കാറ്റിൻ്റെ സാന്ദ്രതയ്ക്ക് വ്യത്യാസം വന്നു കഴിയുമ്പോൾ ശബ്ദത്തിന് കാറ്റിനകത്ത് കൂടെ സഞ്ചരിക്കാൻ പറ്റാതാവും. എന്താ വെച്ചാൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം വേണം. അതേസമയം വെളിച്ചത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിന് ആവശ്യമില്ല. ഭൂമിയിൽ നിന്നും 25 കിലോമീറ്ററുകൾക്കപ്പുറം ആകാശത്ത് ഉത്ഭവിക്കുന്ന ഇടിമിന്നലുകളാണ് ഹീറ്റ് ലൈറ്റനിംഗ് പ്രതിഭാസത്തിന് കാരണം. ശബ്ദത്തെക്കാൾ വേഗത്തിലാണ് പ്രകാശത്തിന്റെ സഞ്ചാരം. തിരുവനന്തപുരം നഗരമധ്യത്തിൽ ഈ പ്രതിഭാസം നിരീക്ഷിച്ച ഒരാളുടെ അടുത്തേക്ക് ഇടിമിന്നലിന്റെ ദൃശ്യങ്ങളാവും ആദ്യം സഞ്ചരിച്ചെത്തുക. എന്നാൽ 25 കിലോമീറ്ററിനപ്പുറത്ത് ഇടിമിന്നൽ ഉത്ഭവിക്കുമ്പോൾ ചില വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുകയും ഇടിവെട്ട് ശബ്ദം ഈ വാതകങ്ങൾ വലിച്ചെടുക്കുകയോ പ്രതിഫലിക്കുകയോ ചെയ്യും. അന്തരീക്ഷത്തിലെ ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ എല്ലാ വാതകങ്ങളും ഈ പ്രതിഭാസത്തെ സ്വാധീനിക്കും. കാണുന്ന മേഘങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ നേർക്കാവുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇടി വെട്ടുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അതേസമയം നമ്മൾ നിൽക്കുന്നത് ഭൂമി ഉരുണ്ടാണല്ലോ. അപ്പം ഈ ഉരുണ്ട ഭൂമിയിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നും ഈ ഇടി വെട്ടുന്ന ഭാഗമെന്ന് പറയുന്നത് നമ്മളുടെ ലൈൻ ഓഫ് വിഷൻ താഴെയാണെങ്കിൽ നമുക്ക് മേഘം മാത്രമേ കാണത്തുള്ളൂ. മേഘത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഇടിവെട്ടം നമുക്ക് കാണത്തില്ല. അതാണ് ഇന്നലെ സംഭവിച്ചേക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ മേഖലകളിൽ അർദ്ധരാത്രിയോടെ നീണ്ട സമയം ഇടിവെട്ട് ശബ്ദം കേട്ടിരുന്നു. 24 തിരുവനന്തപുരം.